ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡി കുക്സ് ആൻഡ് ബേക്സ്. ഞാനിവിടെ നല്ല ടേസ്റ്റുള്ള ഒരു ബട്ടർ ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു പുതിനയുടെ ചമ്മന്തി കൂടി ഉണ്ടാക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണിത്. നമുക്കിനി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ എടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ എന്ത് വേണേലും യൂസ് ചെയ്യാം. അതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട്. ഈ ബിരിയാണിക്ക് ആവശ്യമായ അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള എല്ലാം നമുക്ക് വറുത്തെടുക്കാം. ആദ്യം തന്നെ നമുക്ക് കാഷ്യൂനട്ട് ഇട്ട് അതൊന്ന് ചെറുതായി കളർ മാറി വരുമ്പോൾ മുന്തിരി ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് സെയിം ആ എണ്ണയിൽ തന്നെ സവാളയും വറുത്തെടുക്കാം. ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് പോലും എൻ്റെ ഈ റെസിപ്പി ഫോളോ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഈ വറുത്തെടുത്തിട്ടുണ്ട്. ഇത് സെയിം ഓയിൽ തന്നെയാണ് ഞാൻ ഇനിയിപ്പോൾ മട്ടൻ ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ട് ആദ്യം തന്നെ നമുക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 4-5 പച്ചമുളകും, ഒരു 5-10 വെളുത്തുള്ളിയുടെ അല്ലിയും കൂടെ നമുക്ക് ചതച്ചെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1/2 കിലോ മട്ടനാണ്. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് മിക്സിൻ്റെ പകുതി ഭാഗം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഗരം മസാലപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് പുതിനയിലയും മല്ലിയിലയും, 1/2 കപ്പ് തൈരും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും മുന്തിരിയും വറുത്ത് വെച്ച ഉള്ളിയുടെ പകുതി ഭാഗവും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു മണിക്കൂർ വയ്ക്കണം. ഇത് നമുക്ക് മട്ടൻ ഉണ്ടാക്കിയെടുക്കാം. ഇത് നമുക്കൊരു കുക്കറോ അല്ലെങ്കിൽ അടികട്ടിയുള്ള എന്തെങ്കിലും ഒരു പാനോ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ ഉള്ളിയെല്ലാം വറുത്തെടുത്ത് ആ സെയിം എണ്ണ തന്നെയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഉപയോഗിക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു 4 സവാള കൂടി ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് ചെറുതായിട്ട് വാടി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ ബാക്കി ഭാഗം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, ഒരു 3 വലിയ തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. അതുകൂടിയിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. ഇനി ഈ തക്കാളിയെല്ലാം വെന്തുടഞ്ഞ് എണ്ണയെല്ലാം തെളിഞ്ഞ് വരുന്നവരെ നമുക്ക് നന്നായിട്ട് വഴറ്റാം. ഇപ്പോൾ തക്കാളി വെന്തിട്ടുണ്ട്, നല്ല എണ്ണയെല്ലാം സൈഡിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൻ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ കുക്കർ അടച്ച് ഒരു 2-3 വിസിൽ വരുന്നവരെ അല്ലെങ്കിൽ മട്ടൻ വേവുന്നവരെ നമുക്കിത് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ബിരിയാണിയുടെ റൈസ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ച് അത് ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇനി ഈ നെയ്യിലേക്ക് നമുക്കൊരു 5 ഏലക്ക ഇട്ട് കൊടുക്കാം. ഒരു 2 കഷ്ണം പട്ടയും, 1 സ്പൂൺ ജീരകവും, ഒരു 5-6 കരയാമ്പൂവും, ഒരു 2-3 ഇതിൽ ജാതിപത്രിയും കൂടി ഇട്ട് കൊടുക്കാം. ഈ ജാതിപത്രി ഈ റൈസിന് നല്ല ഫ്ലേവർ കൊടുക്കും. നമുക്കിതെല്ലാം ഇട്ടിട്ടൊന്ന് ചൂടാക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് പിന്നെ ഒരു 2 പച്ചമുളകും, ഒരു 2-3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആകുമ്പോൾ ഇതിലേക്ക് നമ്മൾ കഴുകി കുതിർത്തി വാരി വെച്ചിരിക്കുന്ന 2 കപ്പ് കൈമേരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കൈമേരിയാണ് യൂസ് ചെയ്യുന്നത്, വയനാടൻ കൈമ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാസ്മതി റൈസോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റൈസ് എന്തെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്.
ഇനി ഇതിട്ടൊരു 5 മിനിറ്റോളം നമുക്ക് ഈ അരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അരി ഇങ്ങനെ ചെറുതായി പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നത് വരെ നമുക്കിത് ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 4 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത്. എത്ര അരി എടുക്കുന്നോ അതിൻ്റെ ഡബിൾ. ഇനി ഇതിലേക്ക് നമുക്ക് ചോറിന് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ഇത് അടച്ച് വെച്ച് നമുക്ക് ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ കുക്ക് ചെയ്യാം. അരി കുതിർത്തത് കൊണ്ട് തന്നെ 5-6 മിനിറ്റിൽ ഇത് വെന്ത് കിട്ടും. ഇപ്പോൾ ഇത് പാകത്തിന് വെന്തിട്ടുണ്ട്. വെന്തുടഞ്ഞൊന്നും പോയിട്ടില്ല. നല്ല ഫ്ലഫി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ട് ചോറ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ റൈസും മട്ടനും എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി ഇത് ദം ഇടാനായിട്ട് ഒരു പാനിൽ സെറ്റ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ചൂട് കട്ടിയുള്ള ഒരു പാൻ എടുക്കാം. അതിൽ നെയ്യോ എണ്ണയോ എന്തെങ്കിലും ഒന്ന് കുറച്ച് 1 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കാം. ഗ്രേവിയോട് കൂടി തന്നെ മട്ടൻ ഇട്ട് കൊടുക്കാം. അത് നിരത്തിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് അരിഞ്ഞ പൈനാപ്പിളും കാഷ്യൂനട്ടും മുന്തിരിയും വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് റൈസ് നിരത്തി കൊടുക്കാം. പകുതി റൈസ് ഇട്ടതിന് ശേഷം അതിന് മുകളിലും പൈനാപ്പിളും പുതിനയില മല്ലിയില വറുത്ത് വെച്ചിരിക്കുന്ന സവോള കാഷ്യൂനട്ട് മുന്തിരി എല്ലാം ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഏറ്റവും മുകളിലായിട്ട് റൈസ് ഇട്ടിട്ട് ലെവലാക്കി എടുത്തതിന് ശേഷം നമുക്കിനി ഇതിൻ്റെ മുകളിലായിട്ട് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു ഫോയിൽ വെച്ച് അടച്ചതിന് ശേഷം അടപ്പ് കൊണ്ട് അടച്ച് ഏറ്റവും ചെറിയ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റോളം ദമ്മിട്ടെടുക്കാം. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് തുറക്കാവും. ഇനി നമുക്ക് പുതിനയുടെ ചമ്മന്തി ഉണ്ടാക്കാം. അതിനായിട്ടൊരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3-4 ചുവന്നുള്ളിയും 2 പച്ചമുളകും ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിടി മല്ലിയില എത്ര എടുക്കണോ അതിൻ്റെ പകുതി പുതിനയിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഏകദേശം 1 മിനിറ്റോളം ഒന്ന് ചൂടാക്കിയാൽ മതി. ഇനി തീ ഓഫ് ചെയ്യാം. നമുക്കിനി ഇത് തണുക്കാൻ വെച്ചതിന് ശേഷം ഇത് തണുത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് നമുക്ക് ചമ്മന്തി അരച്ചെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റുള്ള ചമ്മന്തിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ പുതിന ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമ്മളിനി ഇത് പ്ലേറ്റിലെടുത്ത് സെറ്റ് ചെയ്യാൻ പോവാണ്. ഞാനിവിടെ സാലഡിൻ്റെയും പുതിന ചട്നിയുടെയും പപ്പടത്തിൻ്റെ ഒക്കെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായിട്ടൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് നല്ലൊരു റെസിപ്പിയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.